ഹായ് ഓൾ, ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ കേരളത്തെ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് നമുക്കറിയാം, കാറ്റഗറി 1, 2, 3, 4 4 കാറ്റഗറീസിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 30 മാർക്കിനുള്ള ചോദ്യമാണ് വരുന്നത് അല്ലെ? ഈ 30 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. എങ്കിലും കുറച്ചു പേർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വളരെ ടഫ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇംഗ്ലീഷിന്റെ മാർക്ക് അറ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അതേപോലെ തന്നെ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ് ഈ പാസേജ് ക്വസ്റ്റ്യൻസ്, കോംപ്രിഹെൻഷൻ പാസേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 5 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാമർ ആൻഡ് വൊക്കാബുലറി പോർഷൻസ് ആണ് അല്ലെ? അപ്പൊ ഈ ഗ്രാമർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പഠിച്ച് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എന്നാൽ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടഫാണ്. നമുക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? വൊക്കാബുലറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മേഖലകളാണ്. ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അപ്പൊ ഫ്രേസൽ വെർബ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു വാട്ട് ഡാഷ് ഹി വാസ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ് എന്നാണ്. അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടേൺ ഔട്ട്, പുട്ട് ഔട്ട്, മേക്ക് ഔട്ട്, ബേൺ ഔട്ട്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 4 ഫ്രേസൽ വെർബ്സ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മളൊരു 1-2 വർഷം മുമ്പ് തൊട്ടുള്ള എന്താണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ കാറ്റഗറീസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസൽ വെർബില് മേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബുമായിട്ട് ഫ്രേസൽ വെർബ് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം മേക്ക് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡ് എന്താണ്? അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, ഫ്രേസൽ വെർബ്സ് നമ്മൾ കൂടുതലായിട്ട് പുട്ട്, ഗിവ്, കോള് ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. ഈ മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ഈ മേക്ക് ഔട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല കോണ്ടെക്സ്റ്റിൽ മേക്ക് ഔട്ട് വരുന്ന രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സെയിങ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് സെയിങ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മേക്ക് ഔട്ട് ആണ് അല്ലെ? ടേൺ ഔട്ട് ഉണ്ട്, പുട്ട് ഔട്ട് ഉണ്ട്, ബേൺ ഔട്ട് ഉണ്ട്, മേക്ക് ഔട്ട് ഉണ്ട്. അതിൽ ആൻസർ വരുന്നത് ഏതാണ്? മേക്ക് ഔട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ടേൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ടേൺ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി പുട്ട് ഔട്ട് എല്ലാവർക്കും അറിയാം. പുട്ട് വെച്ച് ഒരുപാട് ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, പുട്ട് ഔട്ട് മീൻസ് എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ് ആണ് അല്ലെ? തീ അണയ്ക്കുന്നതിനെയാണ് നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. ഇനി ബേൺ ഔട്ട് ആണെങ്കിലോ, ഒരാൾ വളരെ വളരെ ടയേർഡായി സിക്കാവും, എന്തെങ്കിലും ഓവർ വർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ വളരെ ടയേർഡ് ആയിട്ട് അയാളുടെ എനർജി ലോസ് ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ എനർജി ബേൺ ഔട്ട് ചെയ്യാന്ന് പറയും അല്ലെ? ജിമ്മിലൊക്കെ പോയിട്ട് എനർജി ബേൺ ഔട്ട് ചെയ്യാന്ന് പറയും. അപ്പോൾ വളരെ ഒരു എന്താ പറയുന്നത്, ടയേർഡായിട്ട് അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അതല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ എനർജി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ മേക്ക് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വെർബ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പൊ മേക്ക് ഔട്ടിന്റെ മീനിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ഓക്കെ, ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ടേൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? ടു ഫോഴ്സ് സമൺ ടു ലീവ്. ഒരു സ്ഥലം വിട്ടു പോകാനായിട്ട് ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേൺ ഔട്ട് എന്ന് പറയുന്നത്. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്യൂഷ് ആണ്. മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ബേൺ ഔട്ട് എന്താണ്? ടു ബിക്കം എക്സ്ട്രീംലി ടയേർഡ് ഓർ സിക്ക് ബൈ വർക്കിംഗ് ടു ഹാർഡ്. ഒരാൾ കൂടുതലായിട്ട് ഓവർ വർക്ക് ചെയ്തിട്ട് എന്താണ് അയാൾ സിക്ക് ആവുക അല്ലെങ്കിൽ എക്സ്ട്രീംലി ടയേർഡ് ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മുടെ എക്സാമിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഫോക്കസ് ഏരിയാസ് ആണെന്നാണ് പറയുന്നത്. ദ ഗെയിം ഈസ് നോട്ട് എറ്റ് ഓവർ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ കാണും. ഈ ഫ്രേസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, അതേപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസ്, ഈ മേഖലയിൽ നിന്നൊക്കെ ഒന്നും അതിലധികം ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ പഠിച്ചിട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോണസ് പോയിന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വരാം, ആ മാർക്ക് കൂടി നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ഒന്ന്
അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിനായിട്ട്, ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോ കൂടുതൽ പഠിച്ചു പോകാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഗെയിം ഈസ് നോട്ട് യെറ്റ് ഓവർ. എന്താണ് ആൻസർ വരുന്നത്? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഒരു മേഖല വരുമ്പോഴേ ആദ്യം പറയുന്ന കാര്യം എന്താണ്, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്, ദ ഗെയിം ഈസ് നോട്ട് യെറ്റ് ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് എന്ന് പറയുന്ന വേർഡ് വന്നത് കൊണ്ട് തന്നെ എന്താണ്, സെന്റൻസ് നെഗറ്റീവ് ആണ്. സോ അവർ ആൻസർ ഇസ് സോ അവർ ടാഗ് ഇസ് പോസിറ്റീവ്. അപ്പൊ എന്തായിരിക്കും, നമ്മുടെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പോസിറ്റീവ് ടാഗിനെ, നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ടാഗിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ ഓപ്ഷൻ എ ഡസന്റ് ഇറ്റ് ഒരു നെഗറ്റീവ് ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കളയാം അല്ലെ, ഡസന്റ് ഇറ്റ് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ത്, ഈസ് ഇറ്റ് ഉണ്ട്, ഈസന്റ് ഇറ്റ് ഉണ്ട്, ഡസ് ഇറ്റ് ഉണ്ട്. 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിക്കേ, ദി ഗെയിം ഈസ് നോട്ട് യെറ്റ് ഓവർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വേർബ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്, ഈസ് ആണ്. മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസിൽ എന്താണ്, ഡയറക്റ്റ് ഓക്സിലറി വേർബ് തരും. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ഓക്സിലറി വേർബിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഏതാണ്, ഈസ് ആണ്. ടാഗ് പോസിറ്റീവ് ആണ്, സോ നോട്ടിന്റെ ആവശ്യമില്ല. ഇനി എന്താണ്, ദി ഗെയിം എന്നാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഒരു പ്രോനൗണിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് എന്ന് കൊടുക്കാമല്ലോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഈസ് ഇറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസിറ്റ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ റിപ്പീറ്റഡ് ആണ്. എന്താണ്, കണ്ടീഷണൽ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഇഫ് എവറിത്തിങ് വർക്ക്സ് വെൽ ഡാഷ്. ഇഫ് എവറിത്തിങ് വർക്ക്സ് വെൽ ഡാഷ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. വി ഷാൽ ലോഞ്ച് ദി പ്രൊജക്ട്, വി ഷുഡ് ലോഞ്ചിങ് ദി പ്രൊജക്ട്, വി ഷുഡ് ലോഞ്ച് ദി പ്രൊജക്ട്, വി ഷാൽ ലോഞ്ചിങ് ദി പ്രൊജക്ട്. അപ്പൊ ഇഫ് ക്ലോസ് തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ക്ലോസിനെ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇഫ് ക്ലോസിനെ പഠിച്ചിരിക്കുന്നത് അല്ലെ. ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട. ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ടൈപ്പ് 1 ആൻസർ, അല്ലെ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും, വിൽ പ്ലസ് V1 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. വില്ലിന്റെ അവിടെ എന്തൊക്കെ വരാം, ഷാൽ വരാം, മേ വരാം, ക്യാൻ വരാം. നമ്മളിപ്പോ ഒരെണ്ണം മാത്രമാണ് എടുത്ത് പറയുന്നത്, വില്ല് മാത്രമാണ്. ഇവിടെ നമുക്ക് ഏതാണ്, ഇവിടെ വില്ലല്ല, ഇവിടെ ഷാൽ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ വില്ലിനെ മാറ്റിയിട്ട് ഷാൽ എഴുതാം. ഓക്കെ, ഷാൽ പ്ലസ് V1 ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് ഇഫ് ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഏത് കേസിൽ, ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും, ഷാൽ പ്ലസ് V1 വരും. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ ഷാൽ മാറി എന്തായിട്ട് മാറും, ഷുഡ് ആയിട്ട് മാറും. ആവോ, ഷുഡ് പ്ലസ് V1 വരും. ഓക്കെ, ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണ്, ടൈപ്പ് 2 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഷാലിന് പകരം എന്തായിട്ട് മാറും, ഷുഡ് ആകും. വില്ലാണെങ്കിൽ വുഡ് ആകും, ക്യാൻ ആണെങ്കിൽ കുഡ് ആകും, മേ ആണെങ്കിൽ മൈറ്റ് ആകും. അതിന്റെ കൂടെ V1 വരും. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ക്ലോസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നത് എങ്കിൽ എന്ത് വരും, ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും അല്ലെ. ഷുഡ് പ്ലസ് ഹാവ് വരും അല്ലെ, ഹാവ് പ്ലസ് V3. അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്ന എന്ന് പറയുമ്പോൾ അവിടെ ഒരു എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഹാഡ് ബീൻ വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ 2 ഹാഡ് വന്നു കഴിഞ്ഞാൽ, ഹാഡ് പ്ലസ് ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ്, അതേപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഹാഡ് പ്ലസ് V3 ആണല്ലോ. ഹാഡ് പ്ലസ് V3. ഈ 3 കേസസിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് 3 ആണ്. ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എവറിത്തിങ് വർക്ക്സ് വെൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എവറിത്തിങ് വർക്ക്സ് വെൽ ആണ്.
ഏതാണ് ടെൻസ്? പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, അതോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ ഇവിടെ വന്നിരിക്കുന്നത്? ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. വർക്ക്സ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് യൂസ് ചെയ്യാം? ടൈപ്പ് 1 യൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ടൈപ്പ് 1 ആകുമ്പോൾ എങ്ങനെ വരും? ഷാൽ പ്ലസ് V1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കി, ഇവിടെ ഷാൽ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ബിയും തെറ്റാണ്, ഓപ്ഷൻ സിയും തെറ്റാണ്. ഓക്കെ, ഇനി വി ഷാൽ ലോഞ്ച് ദി പ്രൊജക്ട് ഉണ്ട്, വി ഷാൽ ലോഞ്ചിങ് ദി പ്രൊജക്ട് ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മൾ പഠിച്ചത് ഷാൽ പ്ലസ് V1 ആണ്. ജെറണ്ട് ഫോം നല്ല പഠിച്ചത് അല്ലേ? ഷാൽ പ്ലസ് V1 എന്നാണ് പഠിച്ചത്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇഫ് ക്ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇഫ് ക്ലോസിലെ ടൈപ്പ് 1 എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസ് പ്രസന്റ് ടെൻസിൽ വരികയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഷാൽ പ്ലസ് V1 ആയിരിക്കും. ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും? ഷുഡ് പ്ലസ് V1 വരും. ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നത്, അല്ലെ ടൈപ്പ് 3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. കുറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ, ക്വസ്റ്റ്യൻ ടാഗ് അതുപോലെ തന്നെ ഇഫ് ക്ലോസ് ഒക്കെ, ഫ്രേസൽ വെർബ്സ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻസർ വരുന്നത് വി ഷാൽ ലോഞ്ച് ദി പ്രോജക്ട് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. It is high time we started searching the room. It is high times we start searching the room. It is high time we start searching the room. It is high time we start searched the room. അപ്പൊ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറഞ്ഞൊരു യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? വേർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ എന്താണ്? വേർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണ്, ബി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വന്നാൽ അവിടെ എന്താവും? ആ കണ്ടീഷൻ അങ്ങ് മാറും. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ടൈം, ഇത് മൂന്നിന്റെ കേസുകളാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ഉണ്ട്, ഇറ്റ് ഈസ് ഹൈ ടൈം ഉണ്ട്, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇതെല്ലാം ഓരോരോ യൂസേജസ് ആണ്. ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം, ഇതിന് മൂന്നിന് ശേഷം നമ്മൾ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഐ എന്നോ വി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും ഏത് ടെൻസിലായിരിക്കും? പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ടൈം. ഈ മൂന്ന് യൂസേജിന് ശേഷവും നമ്മൾ എപ്പോഴും വേർബിന്റെ ഫസ്റ്റ് ഫോം പ്രസന്റ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ യൂസേജിന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? വേർബിന്റെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ട്സ്, പ്രസന്റ് ടെൻസ് ആണ്, തെറ്റാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ട് സെർച്ച് ദി റൂം, തെറ്റാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് ഹൈ ടൈംസ് എന്ന് പറയുന്ന യൂസേജിൽ ഇറ്റ് ഈസ് ഹൈ ടൈം ആണ് നമ്മൾ പറയുന്നത് അല്ലെ? ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദി റൂം. വി എന്ന് പറയുന്ന സബ്ജക്ട് വന്നതുകൊണ്ട് തന്നെ എന്താണ്? സ്റ്റാർട്ടിന്റെ കൂടെ നമ്മൾ സ്റ്റാർട്ടിനെ പാസ്റ്റ് ടെൻസ് ആക്കി സ്റ്റാർട്ടഡ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, okay, next question. 50 rupees dash not to be charged for the parking space. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, 50 rupees dash not to be charged for the parking space. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആർ, വിൽ, വെയർ, ഈസ്. കോൺകോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് വേർബ് എഗ്രിമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക 50 rupees. ഇവിടെ റുപ്പീസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. റുപ്പീസ് അല്ലേ, പ്ലൂറൽ ഫോം അല്ലേ? സോ നമ്മൾ ഏത് ആൻസർ എഴുതും? ഒന്നുകിൽ ആർ അല്ലെങ്കിൽ വെയർ ആൻസർ ആയിട്ട് കൊടുക്കുമോ? റുപ്പീസ് ആണ്, പ്ലൂറൽ ആണ്. സോ ധൈര്യമായിട്ട് പിന്നെ നമ്മൾ ടെൻസ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആറ് കൊടുക്കാം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വെയർ കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഓർത്തിരിക്കുക, എമൗണ്ട്, അതേപോലെ തന്നെ വെയിറ്റ്, എമൗണ്ട്, വെയിറ്റ്, ഡിസ്റ്റൻസ്, പിന്നീട് മെഷർമെന്റ്,
ഓക്കെ, ഇതിനൊക്കെ ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? എമൗണ്ട്, വെയിറ്റ്, ഡിസ്റ്റൻസ്, മെഷർമെന്റ്. ഇതിനൊക്കെ ശേഷം, അതിനൊക്കെ ശേഷം ചിലപ്പോൾ എന്താണ്, ഇത്ര സെന്റിമീറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് 25 റുപ്പീസ്, അല്ലെങ്കിൽ 35 കിലോമീറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും അതിനുശേഷം വരുന്ന വേർബ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. മറക്കരുത്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും പഠിച്ചിട്ട് പോയി എക്സാം എഴുതാനുള്ള ടൈം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 50 റുപ്പീസ്, അപ്പൊ എമൗണ്ടിന്റെ കൂടെ അതേപോലെ തന്നെ മെഷർമെന്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്, ഇതിനൊക്കെ ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരിക്കലും നമ്മൾ പ്ലൂറൽ വേർബ്സ് യൂസ് ചെയ്യില്ല. അത് കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, പ്ലൂറൽ ആണ്, അപ്പൊ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എത്രയാണ് റുപ്പീസ് എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം വരും, എന്താണ് അത് പ്ലൂറൽ അല്ലേ? അത് പ്ലൂറൽ ആണ്, പക്ഷെ എന്താണ്, അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയി. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഈസ് ആണ് ആൻസർ വരുന്നത് അല്ലെ. 50 റുപ്പീസ് ഈസ് നോട്ട് ടു ബി ചാർജ് ഫോർ ദി പാർക്കിംഗ് സ്പേസ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.